Hello to everyone, welcome back to Vinny's Educare. Today I'm going to discuss about letter writing, and this is for the ICSE students because there is a huge difference between the ICSE format and CBSE format. So this one is for ICSE students, and I'll be making a CBSE letter format in my next video. Okay, so in this video today I'm going to talk about only one form of letter writing, and that is informal letter writing. So what is an informal letter? എന്താണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യൽ മാറ്റേഴ്സ് റിഫർ ചെയ്ത് എഴുതുന്ന ലെറ്റേഴ്സ് അല്ല ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവർക്ക് എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ റിലേറ്റീവ്സിന് വിശേഷങ്ങൾ പറയാൻ വേണ്ടി എഴുതുന്ന ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ലാംഗ്വേജിൽ ചെറുതായിട്ടൊരു ഇൻഫോർമൽ വേ ആവാം. എന്നാലും നമ്മൾ മുതിർന്ന ആൾക്കാർക്കൊക്കെ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വേയിൽ വേണം എഴുതാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇൻഫോർമൽ ലെറ്റേഴ്സിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയ പാർട്സ്? ഫസ്റ്റ് എഴുതുന്നത് സെൻഡേഴ്സ് അഡ്രസ്സാണ്. സെൻഡേഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ കത്തെഴുതുന്നത് അവരുടെ അഡ്രസ്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ പേര് വയ്ക്കാൻ പാടില്ല. പിന്നീട് അഡ്രസ്സ് ഒരു 3 ലൈനിൽ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഡിയർ ഫാദർ, മദർ, ടു ഹൂം യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ, ആ ഒരു സാലിറ്റേഷൻ അവിടെ വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ലെറ്ററിൻ്റെ ബോഡി ഫ്രെയിം ചെയ്യണം. ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് വെക്കണം. ആ കൺക്ലൂഡിങ് സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ യോസ് ലവിങ്ലി, യോസ് ഫെയ്ത്ത്ഫുള്ളി, യോസ് സിൻസിയർലി എന്താണോ എഴുതുന്നത് ആ ഒരു ഭാഗത്തിനെയാണ് സബ്സ്ക്രിപ്ഷൻ ഓർ ലീവ് ടേക്കിംഗ് എന്ന് പറയുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ലീവ് ടേക്കിംഗ് എന്നുള്ള ആ ഭാഗം ഇറ്റ് ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ക്യാരീസ് മാർക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൽ നമുക്ക് എസെൻഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയ ഒരു സബ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. ഇനി ICSEയിൽ വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ ലെറ്റേഴ്സിൻ്റെ ഫോമാറ്റ് ഉണ്ടാക്കാം. ഒന്ന്, എഴുതുന്ന എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കണം. നമ്മുടെ റൂൾഡ് പേപ്പർ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന എക്സാമിനേഷൻ ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു മാർജിനോട് ചേർന്നിട്ടായിരിക്കണം വൺ വേ ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ. എല്ലാ സെക്ഷൻസും നമ്മളിപ്പോൾ മുകളിൽ ഡിസ്കസ് ചെയ്ത എല്ലാ സെക്ഷൻസും ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്തായിരിക്കും. പിന്നെ സെക്കൻഡ് ഫോമാറ്റിൽ മുകളിൽ നമ്മൾ എഴുതുന്ന അഡ്രസ്സ്, ഡേറ്റ്, പിന്നെ ഏറ്റവും അടിയിൽ എഴുതുന്ന സബ്സ്ക്രിപ്ഷൻ, ഈ 3 സാധനം റൈറ്റിലോട്ട് എഴുതിയിട്ട് ബാക്കിയെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം എൻ്റെ എക്സാമ്പിൾ കാണിച്ച് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ആദ്യത്തെ സാമ്പിൾ. ഫസ്റ്റ് ഫോമാറ്റ് വിച്ച് ഈസ് ദ ലെഫ്റ്റ് അലൈൻഡ് വൺ വിച്ച് ഐ ടോൾഡ്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് കാണാം സെൻഡേഴ്സ് അഡ്രസ്സ് 3 വരിയിൽ നമുക്ക് അഡ്രസ്സ് എഴുതാം. അവിടെ പേര് ഒരിക്കലും എഴുതരുത്. ഒരു ലൈൻ വിട്ട് കഴിഞ്ഞിട്ട് ഡേറ്റ് എന്ന് എഴുതാൻ പാടില്ല. അവിടെ ഡേറ്റ് അങ്ങനെ എഴുതണം. ആ 10th October 2020 എന്ന് എഴുതിയിരിക്കുന്ന ഡേറ്റേ അവിടെ പാടുള്ളൂ. DATE ഡേറ്റ് എന്ന് അവിടെ എഴുതാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതിയത് മാത്രം. പിന്നെ നമ്മൾ ഡിയർ, ഡാഡ്, മോം, അങ്കിൾ, ആൻറ്റ് എന്താണോ അതവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, ഒരു 3 പാരഗ്രാഫ്, 4 പാരഗ്രാഫ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ബോഡി ഫ്രെയിം ചെയ്യണം. ആദ്യത്തെ 2 ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെയുള്ള എഴുതണം. സെക്കൻഡ് പാരഗ്രാഫിൽ വേണം ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന മാറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ. പിന്നെ ലാസ്റ്റ് തേർഡ് പാരഗ്രാഫ് നമ്മുടെ കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വെക്കണം. അതാണ് യോസ് ലവിങ്ലി അല്ലെങ്കിൽ അഫെക്ഷനേറ്റ്ലി അല്ലെങ്കിൽ സിൻസിയർലി. അത് കഴിഞ്ഞ് താഴെ എഴുതുമ്പോൾ നമ്മളുടെ വിളിപ്പേര്, നമ്മുടെ ഒറിജിനൽ ഒഫീഷ്യൽ പേരല്ല, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു വിളിപ്പേരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ പേര് മാത്രം എഴുതാം. ഫുൾ ഇനിഷ്യലൊന്നും വെച്ച് ഇങ്ങനത്തെ ഒരു ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ പേര് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് അലൈൻഡ്. ഇനി ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ്
റൈറ്റ് ലൈൻ വരുന്ന നോക്കൂ, ഇവിടെ അഡ്രസ്സിൻ്റെ ഭാഗവും ഡേറ്റിൻ്റെ ഭാഗവും മാത്രം മുകളിൽ റൈറ്റിലോട്ട് വരും, ബാക്കി എല്ലാം സെയിം ആണ്. പിന്നെ നോക്കൂ, ലാസ്റ്റിൽ വരുമ്പം സബ്സ്ക്രിപ്ഷൻ്റെ ഭാഗം റൈറ്റ് ലൈൻഡ് ആണ്. ബാക്കി എല്ലാം നേരത്തെ ഫോമാറ്റിൽ കണ്ട പോലെ തന്നെ ബോഡി ആൻഡ് ഡിയർ എന്ന് പറഞ്ഞ സാലുറ്റേഷൻ എഴുതുന്ന മൊത്തം ലെഫ്റ്റ് ലൈൻഡ് ആണ്. അപ്പം ഇതാണ് രണ്ട് ഫോമാറ്റ് ലെറ്ററിൻ്റെ. അപ്പം നമുക്കൊരു സാമ്പിൾ വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. Your school recently held a Silver Jubilee celebration. Write a letter to your friend who was unable to attend, giving details of the function and your role in it. So the question demands you to write the details of the function and the role that you played in the function, both as the details. Okay, so how you would go about it? ഇങ്ങനെയാണ് തുടങ്ങുക. You will write your address first, then leave a space, ഡേറ്റിൻ്റെ ഫോമാറ്റിൽ TH എഴുതുന്നത് ശ്രദ്ധിക്കണം. അത് മുകളിൽ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടല്ല എഴുതുന്നത്, 5 ചേർന്ന് ആ ലൈനിനോട് ചേർന്ന് TH എഴുതണം. Then March, 2020, you are writing to your friend, so you can write the name there, Rashi, dear Rashi, അല്ലെങ്കിൽ dear whatever is your friend's name അത് എഴുതാം. Then the introductory sentence paragraph. How are you? I hope your viral fever has subsided. While you were on leave, we celebrated the Silver Jubilee of our school. So introduction കൊടുത്തു. ഇനിയും ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് 2 പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസ്, സെക്കൻഡ് നിങ്ങളുടെ റോൾ. So a special function was organized to celebrate the Silver Jubilee. We gathered in the auditorium for the function. The principal gave a small speech before the function started. The function started with a cultural program. It was organized by the students of class 12 and depicted the diverse culture of our country. So full details ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ അത് the next program was a fashion show. I also participated in that show and represented our class. Everyone cheered for me when I came on the stage. I was selected as the best dressed female by the judges. There was a tea party where we also got a chance to meet the Honorable Chief Minister of Delhi, who was the chief guest on the occasion. So chief guest ആരായിരുന്നു എന്നുള്ളത് ഫസ്റ്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ സെക്കൻഡിൽ എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നേന്ന് നോക്കൂ. ഓക്കെ, സോ we enjoyed the celebrations a lot. It would have been more fun if you also had been present on that day. I wish that you get well soon and join school. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ yours lovingly, Nisha. ഓക്കെ, സോ ഈ 2 പാരഗ്രാഫിലാണ് നിങ്ങളുടെ ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് വേയിൽ നിങ്ങൾ എങ്ങനെ ആ പോയിൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് ഇരിക്കുന്നത്. സോ ഈ 2 പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോഡിയിലെ ഈ 2 പാരഗ്രാഫ്. സോ ഹിയർ ഈസ് വെയർ യു ടെൻഡ് ടു ലൂസ് മാർക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ റൈറ്റ് ലൈൻ സെക്കൻഡ് ഫോമാറ്റ് നോക്കാം. ഇതാണ് അഡ്രസ്സും ഡേറ്റും റൈറ്റിലോട്ട് അലൈൻ ചെയ്തു, ബാക്കി സാലുറ്റേഷൻസുും ദ ബോഡി ഓഫ് ദി ലെറ്ററും ലെഫ്റ്റ് ലൈൻഡ് ആണ്. വീണ്ടും സബ്സ്ക്രിപ്ഷൻ വന്നപ്പോൾ താഴെ യോഴ്സ് ലവിങ്ലി അല്ലെങ്കിൽ യുവർ ലവിങ് ഫ്രണ്ട് നിഷ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോമാറ്റ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ചില കുട്ടികൾ ഇവിടെ ഈ അഡ്രസ്സും ഈ ഡേറ്റും റൈറ്റ് ലൈൻ എഴുതും, ബാക്കി ബോഡിയും പിന്നെ താഴെ വരുമ്പോഴത്തേനും ഈ സബ്സ്ക്രിപ്ഷൻ പോലും ലെഫ്റ്റ് ലൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്തായി, കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദ ഫോമാറ്റ്സ് ആയിപ്പോയി, ഒന്നും കിട്ടില്ല, മാർക്കൊന്നും കിട്ടില്ല. ഫോമാറ്റിൻ്റെ 2.5-3 മാർക്ക് അങ്ങനെ പോയി കിട്ടും. സോ ബി വെരി കെയർഫുൾ. യു ഹാവ് ടു ചൂസ് any one of the format which is comfortable for you and then go for letter writing. Okay, now let me just talk about the marking scheme. Formatine 2.5 മാർക്ക് ഉണ്ട്, ബോഡി പാർട്ടിനും 2.5-3 മാർക്ക് ഉണ്ട്, ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. പിന്നെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വന്നു എന്നിരിക്കാം, ബട്ട് ദിസ് ഇസ് ദ വേ. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് വാട്ട് യു റൈറ്റ് ആസ് ദ മെയിൻ കണ്ടെൻറ്റ് ഇൻ ദ ലെറ്റേഴ്സ് ബോഡി പാർട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെയാണ് ഈ 5 മാർക്കും കിടക്കുന്നത്. സോ ദാറ്റ് ഏരിയ ഐ ഓൾറെഡി ടോൾഡ് യു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ്. I will be coming up with the formal letter writing
and then I will make another video for the CBSE form of writing. Okay, I hope this has helped you. Please do share my channel, subscribe and like. Thank you so much for watching.